എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ അതാ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഒരു കാഭാഗം രാത്രിക്കത്തെയും രാവിലത്തെയും കുറച്ച് മോനുവിൻ്റെ സ്കൂൾക്ക് പോകണതിന് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാത്രി അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കുറച്ച് കഴിക്കുള്ളൂ കേട്ടോ രണ്ടുപേരും. പിന്നെ പപ്പായ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കടയിൽ പോയപ്പോൾ പപ്പായ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാത്രി ഫുഡ് എല്ലാം കഴിക്കൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ കൊടുത്തത്. അല്ലെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വയറ് ഫുള്ളായി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കൂല. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പപ്പായൊക്കെ കട്ട് ചെയ്തിട്ടാണ് പണികൾക്ക് നിന്നത്. ഇത് മൂക്കാത്ത പപ്പായയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മൂക്കാത്ത പപ്പായയാണ് ഇഷ്ടം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതാ ഈ കുരു കളയണ്ട കേട്ടോ, അതുകൊണ്ടാണ്. അല്ല അപ്പോൾ പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല. നല്ല മൂത്തതാകുമ്പോൾ നല്ലോണം വലുതുമായിരിക്കും, അത് നിറയെ കുരുവായിരിക്കും. കുരു കളയുമ്പോഴത്തേന് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൈ ഇട്ടിട്ട് നമ്മൾ വലിച്ചെടുക്കുമ്പോൾ അതൊരു വൃത്തിയില്ലാത്തൊരാൾ തന്നെ ആവില്ല. അപ്പോൾ ഈ കുട്ടികൾ കഴിക്കൂല കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് വലിയ പപ്പായൊന്നും വേറെ എടുത്തു വെക്കാൻ നന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ട് പഴുക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ പീച്ചി കളയല്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കൈ തട്ടുമ്പോൾ ഇങ്ങനെ അളിഞ്ഞു പോകുമല്ലോ അത് ഇതാകുമ്പോൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മേത്തി റെഡിയാക്കണം കേട്ടോ. നാളെ രാവിലെ മോനുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേത്തിയും ചപ്പാത്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാത്രി തന്നെ അത് വൃത്തിയാക്കുക. രാവിലെ എല്ലാതിനും പാടുള്ള സമയം ഉണ്ടാവില്ല. അത് നുള്ളി പെറുക്കി എടുക്കുമ്പോഴത്തേന് തന്നെ ഉള്ള സമയം മൊത്തം പോകും. ഇത് നമ്മൾ മുരിങ്ങയൊക്കെ ഊരുമ്പോൾ തന്നെ മുരിങ്ങ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഊരി എടുക്കാമല്ലോ. ഇത് ഇതുമെന്ന് അങ്ങനെ ഊരിയൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേട്ടോ. ഇതാട്ടോ ഈ മേത്തി എന്ന് പറയുന്നത്. അതിൻ്റെ അങ്ങനെ എങ്ങനെയാണ് പറയുക, അതിൻ്റെ അതും വന്ന് ഇങ്ങനെ 3 ഇല പോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഇത് കിടക്കുന്നത്. അതിങ്ങനെ എടുക്കുക ചെയ്യുക. നല്ല ടേസ്റ്റാണ്. മോനും എപ്പോഴും പറയും കേട്ടോ മേത്തി ഉണ്ടാക്കണം എന്നൊക്കെ. മേത്തി ഉണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ടല്ല, അറിയാത്തതുകൊണ്ടല്ല. സത്യം പറഞ്ഞാൽ നാടാടെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഉമ്മ ഉണ്ടാകുന്ന സമയത്ത് ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് പണി എടുക്കണം കേട്ടോ ഉമ്മ. മച്ചുവിനെ കൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിത് നുറുക്കിയെടുക്കുമ്പോൾ അതിനൊക്കെ ഓന് ഇപ്പുറത്ത് കൂടെ തന്നെ വന്നിട്ട് അതിൻ്റെ ഇലകൾ മുഴുവൻ കൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് മേത്തി ഉണ്ടാക്കണമെങ്കിൽ രണ്ടാമത് ആവശ്യമുള്ള സാധനം ഇതായി കടലയാണ് കേട്ടോ. അപ്പോൾ കടല ഞാൻ രാത്രി തന്നെ വറുത്തച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം കടല വറുത്തച്ചിട്ടോ. എത്രയൊന്നും കടല വേണ്ട. ഞാനിത് വറുത്തച്ചെന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വറുത്തച്ചാൽ പിന്നെ കുറേശ്ശെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ട് അപ്പോൾ രാത്രി ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് ചൂടാറാൻ വെച്ചു കേട്ടോ. പിന്നെ അതാ ഇപ്പോൾ രാവിലത്തെ വ്ളോഗാട്ടോ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും പകുതിയും വെച്ചിട്ട് ഒരു കട്ടൻ ചായ കൊണ്ടാട്ടോ പരിപാടികൾ തുടങ്ങിയത്. കട്ടൻ ചായ ഞാൻ കാക്കു രാവിലെ പോകുമ്പോൾ, കാക്കു 4 മണിക്ക് പോകും കേട്ടോ. അപ്പോൾ കാക്കു പോകുമ്പോൾ ഉണ്ടാക്കി വെച്ച ചായ ആയിരുന്നു. അപ്പോൾ ഞാൻ ചൂടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടാക്കി കുട്ടികൾക്ക് പാൽ ചായ കേട്ടോ കൊടുക്കൽ. അപ്പോൾ ഇനി ചായ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, നല്ല തണുപ്പാണ്. അപ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചുമ്പോൾ നമുക്കൊരു സുഖമാണ്. രാവിലെ എല്ലാത്തിനും ഒരു ഉന്മേഷം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുടിച്ചതാണ്, അല്ലാതെ ഞാൻ കുടിക്കലൊന്നുമില്ല. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഉണ്ടാക്കി വെച്ച കടല ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എടുത്തു വെച്ചിട്ടൊന്നും ഉണ്ടായില്ല, അങ്ങനെ വെച്ചിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇപ്പോൾ അതാ ജാറിലിരിക്കണം അത്രയും മതി കേട്ടോ നമുക്ക് ഈ ഒരു മേത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ പാത്രത്തിലാക്കിയിട്ട് നേരെ എടുത്തു വെച്ചു കേട്ടോ. കാറ്റൊന്നും കൊള്ളാതെ കുട്ടികൾക്ക് വേണമെങ്കിൽ കരയുന്ന സമയത്തൊക്കെ കൊടുക്കാമല്ലോ. കരയുന്ന സമയത്തൊന്നുമല്ല, കടല കണ്ടു കഴിഞ്ഞാൽ അതന്നെ കാരം മൊത്തം നിന്ന് അങ്ങനെ കൊടുക്കലില്ല. മച്ചുവിനൊക്കെ പെട്ടെന്ന് ഗ്യാസ് കയറുന്നൊരു പ്രശ്നമുള്ള കാരണം മച്ചുവിനൊന്നും അങ്ങനെ കൊടുക്കലില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിഞ്ഞ് രാവിലത്തെ തിരക്കുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. മോനിന് കൊണ്ടുപോകാനുള്ളത്. ഇതിനിടയിൽ കൂടെ തന്നെ ഞാൻ അവൻ്റെ ബാഗ് നേരാക്കുന്നുണ്ട്, അവൻ്റെ ടിഫിന് നേരാക്കുന്നുണ്ട്. ടിഫിനൊക്കെയുള്ള ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ അവന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. മേത്തിക്ക് ചപ്പാത്തി തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. ചപ്പാത്തിയൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് ഇതാക്കി എടുത്തു, ചെല്ലടയിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ട് നല്ല തരി ഉണ്ടായാലുണ്ട്. ഈ ചപ്പാത്തിയുടെ വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കുള്ള ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടോ, അതൊന്ന് അയവാകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മേത്തിയായിട്ട് ഉണ്ടാക്കുന്നത്. മേത്തി ഉണ്ടാക്കാൻ ലേശം ചട്ടിയിൽ എണ്ണയൊക്കെ വെച്ച് ലേശം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് പിന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചെറിയ ജീരകം അതൊന്ന് മൂത്ത് വരണം കേട്ടോ. ചെറിയ ജീരകം നല്ലോണം ഇങ്ങനെ പൊടിയേനാവും. അപ്പോൾ എങ്ങനെ പറയാമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ നമ്മൾ മേത്തി ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ ഉള്ളിയൊക്കെ തൂമിച്ച് നമ്മൾ മുരിങ്ങ ഇട്ട് കൊടുക്കില്ല, അതുപോലെ തന്നെ മേത്തി ഇട്ട് കൊടുത്തിട്ട് മേത്തി നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ചട്ടിയിലിട്ടിട്ട്. അത്ര പരിപാടി തന്നെ ഉള്ളൂ, അത്ര വലിയൊരു സംഭവമൊന്നുമല്ല കേട്ടോ ഇത് ഉണ്ടാക്കാൻ. മേത്തി ഇപ്പോൾ ഇത് ഉണ്ടാക്കിയപ്പോൾ ആ വെള്ളം വന്നിക്കണമെന്ന് പറയുന്നത് നമ്മൾ കഴുകി വെച്ചതാണല്ലോ. കഴുകിയിട്ട് എടുക്കുമ്പോൾ ഉള്ള ഒരു വെള്ളമാണ് കേട്ടോ അത്. ആ വെള്ളത്തിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ഈ കടലയുടെ പൊടിയും കൂടി അതിലിടുമ്പോൾ ശരിയാവും കേട്ടോ. അത് കടല നമ്മൾ പൊടിച്ചെടുത്തതാണ്. ഞാൻ ഫുള്ള് തോല് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് രാവിലെ അതിനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് ഒന്ന് തോല് കളഞ്ഞെടുക്കണം കേട്ടോ. ഞാൻ ഇനിയും കൊണ്ട് പറ്റണ കുറച്ച് തോല് കളഞ്ഞിട്ടെടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഒക്കെപ്പാടെ സമയം കിട്ടൂല അതുകൊണ്ട്. അപ്പോൾ ഇതാ ആ ഒരു വെള്ളം ഇതാ നമ്മൾ ഈ കടലയും കൂടി ഇടുമ്പോൾ ആണ് സെറ്റ് ആവും കേട്ടോ. അതിൽ അത്രയും മേത്തി ഉണ്ടാക്കിയിട്ട് ഇത്ര എള്ളു കിട്ടോ സംഭവം. കാക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാക്കുവിന് വേണമെന്ന്. മോനുവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ.
മച്ചൂരും കൊടുക്കണം. ഇതുകൊണ്ട് ഞാനിപ്പോൾ എത്ര ഒരു വെക്കണം എന്നറിയാം, സ്കൂൾക്കും കൊടുത്തയക്കണം. അതുകൊണ്ട് എന്തായാലും കൊടുത്തയക്കാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് വലിക്ക് വെറുതെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചപ്പാത്തി ഇത് മോനുവിന് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മേത്തി കുറച്ചുള്ളത് കാരണം രാവിലെ ഇനിയിപ്പോൾ വേറെ ഒന്നിനുള്ളൊരു സമയം ഇല്ലേനു. അപ്പോൾ നമ്മൾ മയോണൈസ് ഓൾറെഡി നമ്മളെ കുടിയിൽ ഉണ്ടായാലുണ്ട് എപ്പോഴും. അപ്പോൾ മയോണൈസും സോസും പാടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ മോനുവിൻ്റെ കടക്കിൽ മോനുവിന് 1.5 ചപ്പാത്തി കേട്ടോ മോൻ കഴിക്കുക. മോന് അറിയിക്കും 1.5 ചപ്പാത്തി മതി, ഒരു പൊട്ടും മതി എന്നാണ് പറയുക. അപ്പോൾ പിന്നെ ഉണ്ടാക്കുന്ന ചപ്പാത്തി കുറച്ച് വലിയതാക്കിയിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ 1.5 എൻ്റെ കണക്കിൽ ഒരു 2 അവൻ്റെ വയറ്റിൽ ചെല്ലും കേട്ടോ. മച്ചുവിന് ഒരു അരപ്പൊട്ടും കൊടുക്കും. ഒരു 8:49 ആകട്ടെ നമ്മളെ സമയം. അപ്പോഴത്തേന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. 8:55 56 ആകുമ്പോഴത്തേന് നമ്മൾ വണ്ടിയും വരും കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ വന്നത് ആ മോനുവിനെ ആക്കാൻ വേണ്ടി ഞാനും മച്ചും പാടെയാണ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ മോനുവിൻ്റെ സ്ഥിരം ഒരു ഡയലോഗ് ഉണ്ട്, ഉമ്മ ഇന്നെ കൊണ്ടുവരാൻ വരുമ്പോൾ അമ്മച്ചി പൈസേന്ന് വരണം കേട്ടോ മുട്ടായി മേടിക്കാനെന്നത് സ്ഥിരമുള്ളൊരു ഡയലോഗാണ് കേട്ടോ. പക്ഷേ അങ്ങനെ മേടിച്ചു കൊടുക്കലൊന്നുമില്ല, കാരണം പല്ലിന് നല്ല കേടാട്ടോ. എപ്പോഴെങ്കിലും 2-3 ദിവസം കൂടുമ്പോഴേ ഉള്ളൂ മേടിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ എന്തായാലും അതിന് സ്കൂൾക്ക് പോകണ കുറച്ച് തിരക്കുകളും ഇതുകളൊക്കെ ആയി. വണ്ടി കയറുമ്പോൾ എല്ലാവരും കയറി കഴിഞ്ഞ് ലാസ്റ്റാണ് അവന് കയറുക. അവന് തന്നെ ഇരിക്കണം കേട്ടോ. അതുകൊണ്ട് പിന്നെ എല്ലാവരും കയറുന്നത് കാത്തു നിന്നിട്ട് അവസാനവും കയറുള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.